ഹലോ, ഞാനിന്ന് നമ്മുടെ പഴയ ബാല്യകാലത്തെ ഓർമ്മിപ്പിക്കുന്ന ഒരു റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. പണ്ട് നമ്മളിതിന് അരിയുണ്ടാന്നൊക്കെ പറയും കേട്ടോ. അപ്പോൾ അന്ന് പറയുമ്പോൾ നമുക്കതിൽ എപ്പോഴെങ്കിലും തൊടിയിൽ നിന്നൊക്കെ പേർക്കി കിട്ടുന്ന 2-3 കശുവണ്ടി ചുട്ട് അതിൽ നിന്ന് കിട്ടുന്ന 2-3 പരിപ്പൊക്കെ വെച്ചിട്ട് പിന്നെ അതിൽ അരിയും ശർക്കരയും തേങ്ങയൊക്കെ ആഡ് ചെയ്തുണ്ടാക്കുന്ന ചെറിയ ബോളുകളാട്ടോ കിട്ടുക. ഇന്ന് പറയുമ്പോൾ നമുക്കതിൽ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കാഷ്നട്ടും പീനട്ടും അങ്ങനെ നമുക്ക് എന്ത് വേണമെങ്കിൽ ചേർക്കാനുള്ള സൗകര്യങ്ങളുണ്ട്. അപ്പോൾ നമ്മുടെ വീട്ടിൽ കുറേ ദിവസമായിട്ട് കുറച്ച് കാഷ്നട്ട്സ് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിത് ഉണ്ടാക്കണം എന്ന് വിചാരിക്കുന്നതല്ലാണ്ട് നമ്മൾ ഉണ്ടാക്കാറില്ല കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ എന്തായാലും ഉണ്ടാക്കാൻ വിചാരിച്ച് പോവുകയാണ്. അപ്പോൾ നമ്മളിത് ഈ കാഷ്നട്ടൊക്കെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് തയ്യാറാക്കി എടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് ഈ കാഷ്നട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഒരു ബ്രൗണിഷ് കളറാവുന്ന വരെ ഇങ്ങനെ ഇളക്കി കൊടുക്കണം. നമ്മളിതിവിടെ വിറകടുപ്പിലാണ് കേട്ടോ തയ്യാറാക്കുന്നത്. അപ്പോൾ നമുക്കിതൊന്ന് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുന്ന രീതിയിൽ ചെറിയ തീയിൽ വേവിച്ചാൽ മതി. നമുക്കപ്പോഴേക്കൊന്ന് അരി ഒന്ന് കഴുകിയെടുക്കണം. അരിയൊക്കെ നമ്മൾ നന്നായി 2 വട്ടം കഴുകി വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ ക്യാഷ് ചെറുതായിട്ടൊന്ന് അടി പിടിച്ചു. കുഴപ്പമില്ല, എങ്കിലും നമുക്കിനി അതൊന്ന് മാറ്റി വെച്ച് അരി ഒന്ന് വറുത്തെടുക്കാം. ഇനി നമുക്ക് വേണ്ടത് ഇതുപോലൊരു കൊട്ടത്തേങ്ങയാണ് കേട്ടോ. അപ്പോൾ നമുക്കിനി ഇതുപോലെ ഒന്ന് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മിക്സിയിലൊന്ന് അടിച്ചെടുക്കണം. അപ്പോഴേക്കും നമ്മുടെ അരിയൊക്കെ ഒന്ന് ഫ്രൈ ആയി വരുന്നുണ്ട് കേട്ടോ. ഇതുപോലെ അരിയിൽ നിന്നൊരു സൗണ്ട് വന്നാലാണ് കറക്റ്റ് പാകാവുള്ളൂ. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായ ശർക്കര പൊടിച്ചെടുത്ത് വയ്ക്കാം. പിന്നെ നമ്മൾ ആദ്യം തന്നെ നാളികേരം പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കാഷ്യൂസ് പൊടിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ വറുത്ത് കോരിയ അരിയും പൊടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. നന്നായി മിക്സ് ചെയ്തെടുക്കണം. നന്നായി മിക്സ് ചെയ്ത ശേഷം നമുക്കിതൊന്ന് ജാറിലിട്ടിട്ട് അടിച്ചെടുക്കണം കേട്ടോ. നമുക്കിവിടെ 3-4 പ്രാവശ്യമൊക്കെ അടിച്ചെടുക്കാനുള്ള ഉണ്ടായിരുന്നു. നമ്മളിത് ഈ ഒരു പാകത്തിനാട്ടോ അടിച്ചെടുത്തത്. അതായത് ചെറിയ ചെറിയ തരികളോട് കൂടിയാണ് അടിച്ചെടുത്തത്. അപ്പം നല്ല നൈസായി വേണ്ടവർക്ക് അങ്ങനെ ചെയ്യാം. ഞങ്ങൾക്ക് ഇവിടെ ചെറിയ ചെറിയ തരിയോട് കൂടി കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നമ്മൾ അങ്ങനെയാണ് ചെയ്തത്. അപ്പം നമ്മളിത് എല്ലാം ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നമ്മുടെ ആവശ്യത്തിനുള്ള വലുപ്പത്തിന് ഓരോ ഉരുളകളാക്കി മാറ്റി വെക്കാം. നമുക്കിതിൽ എന്ത് വേണമെങ്കിൽ ആഡ് ചെയ്യാം കേട്ടോ. നമ്മുടെ കയ്യിൽ പിസ്തയോ പീനട്ടൊക്കെ ഉണ്ടെങ്കിൽ ആഡ് ചെയ്യാം. അതുപോലെ തന്നെ ബട്ടർ കൂട്ടിയിട്ട് ഇതുപോലെ ഉരുളകളാക്കി എടുക്കാം. പിന്നെ നമുക്ക് ഏലക്കായൊക്കെ ചേർക്കാം. നമ്മളിവിടെ ഇല്ലാത്തതുകൊണ്ട് അത് ചേർത്തിട്ടില്ല. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ കഴിക്കാൻ പറ്റുന്ന ഹെൽത്തി ആയിട്ടൊരു സ്വീറ്റാണ് കേട്ടോ ഇത്. നമുക്ക് പുറത്തോട്ട് കൊണ്ടുപോകാനും അതുപോലെ ട്രിപ്പുകളൊക്കെ പോകുമ്പോൾ കൊണ്ടുപോകാനും കയ്യിൽ സൂക്ഷിച്ച് വെക്കാൻ പറ്റിയ അടിപൊളി സ്വീറ്റാണ് കേട്ടോ ഇത് നമുക്ക് ഹെൽത്തിയാണ്. പിന്നെ അതുപോലെ തന്നെ ഒരുപാട് കാലം കേടുവരാതെ സൂക്ഷിച്ച് വെക്കാനും പറ്റും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായവർ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ കേട്ടോ.